കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ മേഘത്തിൻ തന്നലരുളി എന്നെ സാന്ത്വനമായി നടത്താ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ലോകത്തെ മറന്നിടുവാ, എല്ലാം ചെയ്താമെന്നെണ്ണിടുവാ. ലോകത്തെ മറന്നിടുവാ, എല്ലാം ചെയ്താമെന്നെണ്ണിടുവാ. ലോകത്തെ ജയിച്ചവനെ, നിന്നിലഭയം ഞാൻ തേടിടുന്നേ. ലോകത്തെ ജയിച്ചവനെ, നിന്നിലഭയം ഞാൻ തേടിടുന്നേ. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി മഹാകരുണയോട് ചേർത്ത് കൊള്ളുന്ന ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്: അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. ക്രോധാധിക്യങ്ങൾ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളപ്പൊക്കം പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നോട് ഫത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. 103 സങ്കീർത്തനത്തിൽ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും ഇപ്രകാരം വായിക്കുന്നുണ്ട്: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഭരിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യെശയ്യാവിന്റെ പുസ്തകം 6 അധ്യായം 1 മുതൽ ചില വാക്യം വായിക്കുമ്പോൾ: വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 31-32 വാക്യങ്ങളിൽ: കർത്താവ് എന്നേക്കും തള്ളിക്കളയല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. 30-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ: അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. യിരെമ്യാവ് 31:18: നീ എന്നെ ശിക്ഷിച്ച് മരുക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ, നീ എൻ്റെ ദൈവമായ യഹോവയല്ലോ. 2 കൊരിന്ത്യർ 4:17: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 1 പത്രോസ് 5:10 അപ്രകാരമാണ്: എന്നാൽ അല്പനേരത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ
നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. മീഖയുടെ പുസ്തകം 7:18 അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തെ ശേഷിപ്പുള്ളവരോട് അകൃത്യം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുകയില്ല. ദയയിലല്ലോ അവൻ പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഇത്രയും വാക്യങ്ങൾ എടുത്ത് കാണിച്ചതിൻ്റെ ഉദ്ദേശം, ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ദൈവശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരായിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ദൈവത്തെങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ മടിയുള്ളവരായിരിക്കാം. എന്നാൽ ഇവിടെ ദൈവദിനത്തിൽ കൂടെ നാം കേട്ടത്, യഹോവ കൃപയും കരുണയും മനസ്സലിവും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ്. അവൻ എന്നേക്കും കോപം സംഗ്രഹിച്ചു വയ്ക്കുകയില്ല. ദൈവം മഹാകരുണയോട് നിങ്ങളെ ചേർത്തുകൊള്ളും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ അകറ്റിയിരിക്കുന്നു. ആകയാൽ ദൈവത്തോടടുത്തെല്ലാം ദൈവം കരുണയുള്ള ദൈവമാണ്. ദീർഘക്ഷമ കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചറിയുവാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.